മോർണിംഗ് ഷോയിൽ ഇനി അതിഥികൾക്കുള്ള സമയമാണ്. ഇന്ന് മോർണിംഗ് മുഖത്തിൽ അതിഥിയായി എത്തുന്നത് പുതിയ ചിത്രം മറുപടി. VM വിനോദ് സംവിധാനം ചെയ്തിരിക്കുന്ന മറുപടി എന്ന ചിത്രത്തിലെ പ്രധാന വേഷം ചെയ്തിരിക്കുന്ന ഭാമയും കൂടെ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്ന ജുലൈന അഷ്റഫും രണ്ടുപേരും ഇന്നലെ കോഴിക്കോട് എത്തിയപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി കെ ഇല്യാസ് അവരുമായി സംസാരിച്ചു. ആ ദൃശ്യങ്ങളിലേക്കും അതിന്റെ വിശേഷങ്ങളിലേക്കും. VM വിനോദ് സംവിധാനം ചെയ്ത മറുപടി എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ജുലൈന അഷ്റഫും നായിക ഭാമയുമാണ് നമ്മോടൊപ്പം ഇപ്പോഴുള്ളത്. മറുപടി എന്ന സിനിമയെക്കുറിച്ചുള്ള ഇവരുടെ പ്രതീക്ഷകളും അവരുടെ സിനിമാ വിശേഷങ്ങളുമൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ജുലൈന അഷ്റഫ് എന്നത് ആദ്യമായായിരിക്കും പ്രേക്ഷകർ ഒരുപക്ഷെ തിരക്കഥാകൃത്ത് എന്ന പേരിൽ കേൾക്കുന്നത്. അതുകൊണ്ട് ഈ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇരുവരോടും ചോദിച്ചറിയാം. സ്വാഗതം പ്രോഗ്രാമിലേക്ക്. ഇപ്പോൾ ഒരുപാട് വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഭാമ വീണ്ടും മലയാളത്തിൽ സിനിമ നായികയായി എത്തുന്നത്. ഈ ഇടവേളക്കുള്ള കാരണം എന്തായാലും? വലിയ ഇടവേളയൊന്നും ഉണ്ടായിട്ടില്ല. വലിയ ഇടവേള എപ്പോഴും ഞാൻ എടുക്കുന്നത് പോലെ തന്നെ ഒരു എന്താ പറയുക, ഇടവേളയെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ മാൽഗുഡി ഡേയ്സ് ലാസ്റ്റ് ഇയർ ആയിരുന്നു റിലീസായത്. അതിന് ശേഷമാണ് ഇപ്പം ഒരു കുറച്ച് മാസങ്ങളുടെ വ്യത്യാസത്തിലാണ് ഇപ്പം മറുപടി റിലീസാവുന്നത്. അതിനിടയിൽ ഞാൻ കന്നഡ മൂവീസ് ചെയ്യുന്നുണ്ടായിരുന്നു. മാൽഗുഡി ഡേയ്സിന് ശേഷം നല്ലൊരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെയാണ് മറുപടിയിലെത്തി നിൽക്കുന്നത്. മറുപടി ഒരു പേഴ്സണലിയും എൻ്റെ പ്രൊഫഷണലി ഒരു ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ നോക്കിയാലും അത്രയ്ക്കും സന്തോഷം തരുന്നൊരു മൂവിയാണ് മറുപടി. അല്ല, മുൻപ് ഇടവേള എന്ന് പറയാൻ കാരണം മുൻപ് സിനിമകൾക്കിടയിൽ ഉണ്ടായിരുന്ന ഇടവേള അല്ല ഇപ്പോഴുള്ളത്. അപ്പോൾ അത് കൂടുതൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ വന്നതാണ്. കാരണം ഞാൻ സിനിമയിലൊട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരാളാണ്. അപ്പം വരുന്ന സമയത്ത് നമ്മൾ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ മൂവീസ് ചെയ്തുകൊണ്ടിരുന്നു. വേറെ ഒരു ഇഷ്ടം, ഒരു 100% ഇഷ്ടമൊന്നും ആയിരുന്നില്ല. ഒരു മൂവി ചെയ്തു, അത് കഴിഞ്ഞ് ഇങ്ങനെ മൂവി ഇങ്ങനെ വന്ന് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ പോകെയാണ് ഇതാണ് എൻ്റെ ഫീൽഡ്, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ഏരിയ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുന്ന സമയം പോലെ, നമ്മളെ സിനിമയെ സ്നേഹിച്ച് വരുന്ന സമയം പോലാണ് എനിക്ക് തോന്നുന്നു ഒരു 2012 ഓൺവേർഡ്സ് ആ ഒരു സമയം മുതലാണ് സിനിമ ഇനി എനിക്ക് തിരഞ്ഞെടുത്തിട്ട് ചെയ്യണം. വരുന്ന എല്ലാ മൂവീസും ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, മാനസികമായിട്ട് നമ്മൾ അതിന് ഓക്കെ ആവില്ല. ഇപ്പോൾ തിരക്കഥാകൃത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും പറയുന്നു ഭയങ്കര വ്യത്യസ്തമാണ് സിനിമ, വ്യത്യസ്തമാണെന്ന് പറയുന്നു. എന്താണ് ശരിക്കും ഇതിൻ്റെ വ്യത്യസ്തത എന്ന് പറയുന്നത്? ഇതിൻ്റെ വ്യത്യസ്തത എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രമേയം. യെസ്, ഇപ്പം ഈ നമ്മളെ സൊസൈറ്റിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന അക്രമങ്ങളും അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു സിനിമയാണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇഷ്ടംപോലെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും ഇതിൽ വ്യത്യസ്തത ഉണ്ട്. അത് ഇപ്പം റിവീൽ ചെയ്യാൻ പറ്റില്ല, അത് സിനിമ കാണുമ്പോഴാണ്. ഏതെങ്കിലും സംഭവകഥയുമായിട്ട് ഈ സിനിമക്ക്? യെസ്, സംഭവകഥ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു 1-2 വർഷം മുന്നേ ഒരു ന്യൂസ് പേപ്പറിൽ കണ്ട ഒരു ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റോറി ഡെവലപ്പ് ചെയ്തത്. ഇപ്പോൾ നല്ല കഥകൾക്കായുള്ള കാത്തിരിപ്പിൽ ഇപ്പോൾ ഈ വന്ന മറുപടി എന്ന സിനിമ ആ ഒരു പ്രതീക്ഷയ്ക്ക് ഉയരുന്നുണ്ട് എന്ന്? തീർച്ചയായിട്ടും 101% എന്ന് തന്നെ ഞങ്ങളുടെ ഒരു ടീം മൊത്തത്തിൽ പറയും. കാരണം ഇപ്പം ജുലൈന ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ആക്ടറോ ഡയറക്ടറോ വേറെ ഒന്നുമല്ല, എൻ്റെ സബ്ജക്റ്റാണ് മെയിൻ വരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് അത്രയ്ക്കും ആവശ്യമുള്ളൊരു ഇങ്ങനത്തെ ഈ ഒരു മൂവി വരേണ്ടത് വളരെ ഒരു അവശ്യ ഘടകം തന്നെയാണ്. കാരണം നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ കുറെ കൂടെ ഒക്കെ ആക്റ്റീവ് ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മളല്ലേ ഓരോ കുഗ്രാമത്തിൽ നടക്കുന്ന ഇഷ്യൂസ് വരെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നടക്കുന്നുണ്ടാവും, ഇതിനപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. പക്ഷെ പലതും നമ്മൾ അറിയുന്നില്ല. എനിക്ക് തോന്നുന്നു വേൾഡിൽ തന്നെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ഫിസിക്കലി എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു സ്റ്റേജിലേക്ക് വരുന്ന അത്രത്തോളം ഇൻസിഡൻസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം ഫോറിനേഴ്സ് വളരെ കോമഡി ആയിട്ട് പറയാൻ തുടങ്ങി, ഇന്ത്യയിലേക്കാണോ പോവല്ലേ. അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഡൽഹിയിൽ നമ്മൾ അടുത്തിടെ അത്തരം കുറേ ഇഷ്യൂസ് നമ്മൾ കേട്ടു. നോർത്ത് ഇന്ത്യയിൽ ഹരിയാന പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അത്തരം ന്യൂസുകൾ കേട്ടു. ന്യൂസ് പേപ്പേഴ്സ് നമുക്ക് പലതും മൊബൈലിലാണ് വായിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ വായിക്കുമ്പോഴും ഞെട്ടിപ്പോവാണ് ഓരോ ഇൻസിഡൻസുകൾ വരുന്നത് കേൾക്കുമ്പോൾ. ഈവൻ കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇതിൻ്റെ ഒരു അളവ് കൂടിക്കൊണ്ടിരിക്കുന്നതല്ല, ഒരിക്കലും കുറയുന്നില്ല.
അപ്പം നമ്മളുടെ മൂവിയിലും അത് പറയുന്നുണ്ട്. സാറയുടെ ക്യാരക്ടർ പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അവയർനെസ് കൂടുന്നതിനനുസരിച്ച് ഇത് കൂടുകയാണ് ചെയ്യുന്നത്. അതെ അതെ അതെ. നമ്മൾ കുറച്ചിപ്പോൾ നമ്മൾ ഈ മൂവി വരുന്നു അല്ലെങ്കിൽ മൂവിക്ക് മുമ്പുമുള്ള ഇത് വരുന്നു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഓരോ ഇൻസിഡൻസ് വരുമ്പോൾ അവിടെ ഇവിടെ നിന്ന് പറയും. പക്ഷെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ മൂവി തീർച്ചയായിട്ടും കുറച്ച് പേരുടെയെങ്കിലും അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാൻ സഹായിക്കട്ടെ. നമ്മുടെ നിയമങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഉൾപ്പെടുന്ന ഒരു സമൂഹം നമ്മുടെ നിയമങ്ങൾ മാറ്റണമെന്ന് ശക്തമായി എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞാൽ മാത്രമേ, പ്രതിഷേധിച്ചാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറുള്ളൂ. അപ്പോൾ തീർച്ചയായും പറഞ്ഞതുപോലെ തന്നെ വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു സിനിമ തന്നെയാണ് മറുപടി എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ മാൽഗുഡി ഡേയ്സ് ആയിരുന്നപ്പോഴും അതിനും ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പക്ഷേ ഭാമ ഒരു അമ്മയായിട്ട് അഭിനയിച്ചു, ഇതിലും ഒരു അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത്. അത് അങ്ങനത്തെ റോളുകൾ, അതായത് കൂടുതൽ ഗൗരവമേറിയ റോളുകൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇല്ല, ഞാൻ ഒരു മുതിർന്ന കുട്ടിയുടെ അമ്മയായിട്ട് ഞാൻ ഈ ഒരു മൂവിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഓരോ മൂവി ചെയ്യുമ്പോഴും എന്നെ സംബന്ധിച്ചിട്ട് എനിക്കൊരു ആക്ടർ എന്നുള്ള രീതിയിൽ സന്തോഷം കിട്ടുന്ന പടങ്ങൾക്കാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. ഒരു ഹീറോയിൻ എന്നുള്ള രീതിയിൽ സന്തോഷം കൊടുക്കുന്ന പടങ്ങളാണെങ്കിൽ ചിലപ്പോൾ അതിൽ എനിക്കറിയില്ല, ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഓരോ ആളുകളും ചിന്തിക്കുന്ന രീതി വ്യത്യാസമാണ്. ജുലൈന ചേച്ചിയുടെ പ്രൊഡക്ഷൻ തന്നെയാണ് അഷ്റഫിക്ക, ബേദി മോഷൻ പിക്ചേഴ്സിൻ്റെ ബാനറിലാണ് നമ്മുടെ ഫിലിം ഒരുങ്ങുന്നത്. അപ്പോൾ ജുലൈന ചേച്ചിയെക്കുറിച്ച് എടുത്തു പറയേണ്ട മറ്റൊന്ന്, ഒരു സ്ത്രീ ഒരു സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്യാനായിട്ട് വരിക. 3 പെൺകുട്ടികളാണ് ജുലൈന ചേച്ചിക്കുള്ളത്. അപ്പോൾ ഒരു വീട്ടമ്മ ആണ് നമ്മുടെ ഒരു സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്യാനായിട്ട് അതും വെറും ഒരു സബ്ജക്റ്റ് അല്ല, ഒരു ഗൗരവമേറിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ മുൻപ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടോ അല്ലെങ്കിൽ പരിചയമില്ല, കഥ അങ്ങനെ എഴുത്തിൽ സജീവമായിരുന്നു എന്തെങ്കിലും തരത്തിൽ? എനിക്ക് മനസ്സിൽ തോന്നുന്നത് ഞാൻ എഴുതി വെക്കാറുണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് എന്ന് പറയാൻ ഇതിൻ്റെ മുന്നേ ഞാനൊരു സ്ക്രിപ്റ്റ് പോലെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് എനിക്ക് തോന്നുന്നു അത് പല കാരണങ്ങൾ കൊണ്ടും അത് നടന്നില്ല. അപ്പം പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പം എപ്പോഴും ഇങ്ങനെ ന്യൂസ് പേപ്പേഴ്സിൽ സാധാരണ ഒരു വീട്ടമ്മ എന്നുള്ള നിലക്ക് നമ്മൾ രാവിലെ കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യുന്നത് ന്യൂസ് പേപ്പർ എടുത്തിട്ട് കുറച്ച് സമയം, അത് നോർമലി എല്ലാ വീട്ടമ്മമാരും അധികവും ചെയ്യുന്ന കാര്യമായിരിക്കും. അപ്പം എല്ലാ പേജസിലും ഇത് തന്നെയാണ് പീഡനം. അത് ഇനി ലിഫ്റ്റിലാണെങ്കിലും അല്ലെങ്കിൽ സ്കൂൾ ബസ്സിലാണെങ്കിലും ഇനി ഈവൻ ക്ലാസ് റൂമിലാണെങ്കിലും അങ്ങനെ എവിടെയെന്നില്ല, എല്ലാ ഏരിയാസിലും ഇത് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും, അതിനെപ്പറ്റി പറയുമ്പം ഹസ്ബൻഡ് തന്നെയാണ് പറഞ്ഞത്, അപ്പോൾ അതിൻ്റെ മുകളിലൊന്ന് വർക്ക് ചെയ്തുകൂടെ. അഷ്റഫ് ബേഡി ഭർത്താവ് തന്നെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ ആ തരത്തിലുള്ള പിന്തുണ ഈ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലൊക്കെ എത്ര മാസം ഉണ്ടായിരുന്നു? അത് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞല്ലോ, കഥ തുടങ്ങുമ്പം മുതൽ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കഥ ഉണ്ടായത്, ഇങ്ങനെ ഒരു മൂവി ഉണ്ടായത്. ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട്, അതാണ് എൻ്റെ ഇൻസ്പിറേഷൻ. അപ്പോൾ ഇനിയിപ്പോൾ മറ്റു ഭാഷകളിലൊക്കെ സജീവമാണ്. അപ്പോൾ മലയാളത്തിൽ ഇനിയൊരു പുതിയ സിനിമയ്ക്ക് എത്ര കാത്തിരിക്കേണ്ടി വരും മലയാളികൾ? എനിക്കറിയില്ല, അധികം കാത്തിരിക്കേണ്ടി വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒരു നല്ലൊരു സിനിമ എല്ലാവരുടെയും, എല്ലാ ഹീറോയിൻസിനെ സംബന്ധിച്ച് ഒരു കരിയർ സ്പാൻ വളരെ കുറവാണ്. ചിലപ്പോൾ ഒരു 10-12 വർഷം കൊണ്ടായിരിക്കാം മാക്സിമം അവർക്ക് കിട്ടേണ്ട സിനിമകൾ. ചില ആളുകൾ പറയും എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്, എന്തിനാണ് വെറുതെ സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ അത്രത്തോളം സിനിമകൾ കുറവല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അത്ര ഏൺ ചെയ്യാൻ പറ്റുന്ന കുറവല്ലേ, ഇങ്ങനെയുള്ള ചിന്തയിലാണ് പല ആളുകളും ചോദിക്കുന്നത്. പക്ഷെ എനിക്കറിയില്ല, ഞാൻ അവർ പറയുന്നത് ശരിയോ തെറ്റോ ആയാൽ പോലും എനിക്ക് എൻ്റെ ഒരു എനിക്കൊരു നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നണം അല്ലേ ഓരോ മൂവി കഴിയുമ്പോഴും. അപ്പോൾ എനിക്ക് എൻ്റെ ആ ഒരു ഡിസിഷനെ അത് ചേഞ്ച് ആവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പ് ഉണ്ടാവും. തീർച്ചയായിട്ടും മറുപടി കഴിഞ്ഞു കഴിഞ്ഞാലും അത്തരത്തിൽ എന്നെ തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു ടീമോ അല്ലെങ്കിൽ ഒരു കഥാപാത്രമോ അല്ലെങ്കിൽ ഒരു കഥയോ ഒരു പ്രൊജക്റ്റ് വരട്ടെ എന്ന് വിചാരിക്കും. ഒരു കാര്യം ചോദിക്കാൻ മറന്നു, ഇപ്പോൾ പഴയ തലമുറയിൽ സെൻസേഷൻ എന്ന് പറയാവുന്ന ഒരു നായകനാണ് റഹ്മാൻ. അപ്പോൾ പുള്ളിയുടെ കൂടെയാണ് അഭിനയം, പുള്ളിയുടെ നായികയായിട്ടാണ് ഇപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഒരുമിച്ച് നായികയായിട്ട് അഭിനയിക്കുന്നത്. ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു?
റഹ്മാനിക്ക ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ കുറച്ചുകൂടെ ഭയങ്കര ആരാധന പുരുഷനായിരുന്നു. റഹ്മാനിക്ക അതിലേക്ക് വരാൻ കാരണമായത് ഇവിടെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, പുള്ളിയുടെയൊക്കെ സിനിമകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പം റഹ്മാനിക്കയുടെ കൂടെ ഞാൻ ഒരിക്കലും വർക്ക് ചെയ്യുമെന്ന് വിചാരിച്ചല്ല. അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹത്തിനോട് പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ റഹ്മാൻ എന്ന് പറയുന്നൊരു ആക്ടറേയും അതുപോലെ ഒരു വ്യക്തിയെയും കൂടുതൽ അടുത്തറിയാൻ പറ്റി ഈ ഒരു സിനിമയിലൂടെ. നന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതും. വളരെ നന്നായി, ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു ആക്ടറാണ്. ഡയറക്ടറും അതേപോലെ തന്നെ അല്ലേ? വി എം വിനു ചേട്ടൻ, വി എം വിനു എന്ന് പറയുന്ന ഡയറക്ടർ, അത്രയും സീനിയർ ആയിട്ടുള്ളൊരു ഡയറക്ടറോട് വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു കാര്യമാണ്. പിന്നെ ആർട്ടിസ്റ്റുകളെ എങ്ങനെ മോൾഡ് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് അറിയുന്ന ഒരു ഡയറക്ടറാണ്. എല്ലാ വശങ്ങളും, സിനിമയുടെ എല്ലാ വശങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണയുള്ളൊരു ഡയറക്ടർ. അത് എങ്ങനെ ആർട്ടിസ്റ്റിലേക്ക് എത്തിച്ചു കൊടുക്കണം, ഒരു സീൻ ഒരു നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അത് എത്ര കറക്റ്റായിട്ട് അവരിലേക്ക് ഈസി ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കണം. അതൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ വിനുചേട്ടൻ ചെയ്തിട്ടുണ്ട്. വിനുചേട്ടൻ്റെ മകള് വർഷ പാടിയിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ചെയ്യുന്നത് എം ജയചന്ദ്രനാണ്. ജയചന്ദ്രൻ സാറിൻ്റെ ആണ് എനിക്കൊരു ഒരു ഫസ്റ്റ് ഹിറ്റ് സോങ് തന്നത് എൻ്റെ ഫസ്റ്റ് മൂവിയിൽ. അതിനുശേഷം നമ്മുടെ ഈ മൂവിയിലേക്ക് എത്തുമ്പോൾ, നിവേദ്യത്തിൽ ഈ മൂവിയിലെത്തുമ്പോൾ മികച്ച 3 പാട്ടുകൾ അല്ലേ, 3 പാട്ടുകളാണ് നമ്മുടെ ഈ മറുപടിയിലുള്ളത്. അതിലൊരു പാട്ട് ജയചന്ദ്രൻ സാറ് തന്നെ പാടിയിട്ടുണ്ട്. ഇമോഷണലി വളരെ എന്താ പറയണേ, കണക്ട് ചെയ്തിട്ടാണ് ഓരോ സീനുകളും, ഈവൻ പാട്ടുകളാണെങ്കിലും ഒക്കെ അത്രത്തോളം ആളുകളുടെ മനസ്സിലേക്ക് ഈസി ആയിട്ട് ചെല്ലുമെന്നാണ് വിചാരിക്കുന്നത്. പുതിയ എഴുത്ത്, സ്ക്രിപ്റ്റ് അങ്ങനെ എന്തെങ്കിലും പ്ലാനിലുണ്ടോ? പുതിയ പ്ലാനിലുണ്ട്. സ്റ്റോറീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ എഴുതുന്നതൊന്നുമല്ല. എനിക്ക് മനസ്സിൽ എന്താ തോന്നുന്നത് അത് ഇനിയിപ്പം അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വരുമ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് അതിനെ ശരിയാക്കുക. മറുപടി മികച്ച പ്രതികരണം നേടും തന്നെയാണ് പ്രതീക്ഷ അല്ലേ? ഉറപ്പിച്ച് പറയുകയാണ്, മറുപടി എന്ന നമ്മുടെ ഈ മൂവി ജനങ്ങളിലേക്ക് എത്തണം. അത് ആ മൂവി ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് പറയുന്നതിനേക്കാളും ഉപരിയായിട്ട് ആ തിയേറ്ററിൽ വരുമ്പോൾ ആ സിനിമ കാണുമ്പോഴാണ് മനസ്സിലാവുക എത്രത്തോളം ഉണ്ട്, അതിൻ്റെ എത്രത്തോളം പ്രസക്തിയുണ്ട്, അതിലൊരു നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഈ ഒരു മൂവി മാക്സിമം ആളുകളിലേക്ക് എത്തട്ടെ എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ഒരു സിനിമ എന്ന് പറയുന്നൊരു കമേഴ്ഷ്യൽ സൈഡിൽ നിന്ന് മാത്രം ചിന്തിച്ചിട്ടല്ല ഞങ്ങളിത് പറയുന്നത്. സമൂഹത്തിൽ ഇപ്പം ഈ ഒരു സിനിമയ്ക്കുള്ള ഇമ്പോർട്ടൻസ് അത്രയ്ക്കും വലുതാണ്. ആളുകളിലേക്ക് എത്തട്ടെ, ആളുകൾക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഞങ്ങൾ സിനിമയിലൂടെ ചോദിക്കുന്ന മറുപടി അവർ സമൂഹത്തോട് ചോദിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഏതായാലും ഈ സിനിമ മറുപടി മികച്ച വിജയം നേടട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള, അല്ലെങ്കിൽ അതിലപ്പുറത്തേക്കുള്ള വിജയം നേടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇത്ര നേരം നമ്മുടെ കൂടെ ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു.